വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന് 30 മുതൽ 46 വരെ. യഹൂദന്മാർ യേശുവിനോട്, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കുവാൻ തക്കവിധം നീ എന്തടയാളം കാണിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് മോശ അപ്പം നൽകുകയെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവരുടെ പ്രകാരം പറഞ്ഞു, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് മോശ നിങ്ങൾക്ക് അപ്പം തന്നില്ല. സ്വർഗത്തിൽ നിന്ന് എന്റെ പിതാവ് ത്രയ സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ലോകത്തിന് ജീവൻ കൊടുക്കുന്നതാകുന്നു. അവർ യേശുവിനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാനാകുന്നു ജീവന്റെ അപ്പം. എന്റെ അടുക്കൽ വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. എന്റെ പിതാവ് എനിക്ക് നൽകിയിട്ടുള്ള ഏതൊരുവനും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും പുറത്ത് തള്ളിക്കളയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനത്രേ. അവൻ എനിക്ക് നൽകിയിട്ടുള്ള ആരെയും നശിപ്പിച്ച് കളയാതെ അവസാന ദിവസം എല്ലാവരെയും ഞാൻ വേർപ്പിക്കണമെന്നുള്ളതാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. അവസാന നാളിൽ ഞാൻ അവനെ വേർപ്പിക്കുകയും ചെയ്യും. പുത്രനെ കണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കണമെന്നുള്ളതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് യഹൂദന്മാർ യേശുവിനെ പറ്റി പിറുപിറുത്തു. യോസേഫിന്റെ മോനാ യേശു അല്ലേ? ഇവന്റെ പിതാവിനെയും മാതാവിനെയും നാം അറിയുന്നല്ലോ, പിന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നവൻ പറയുന്നത് എങ്ങനെ എന്ന് അവർ പറഞ്ഞു. യേശു അവരുടെ ഉത്തരമായി പറഞ്ഞു, നിങ്ങൾ എന്നെയും പിറുപിറുക്കണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുവനും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. അവസാന നാളിൽ ഞാൻ എന്നെ വേർപ്പിക്കുകയും ചെയ്യും. ദൈവം എല്ലാവരെയും പഠിപ്പിക്കുമെന്ന് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് പിതാവിൽ നിന്ന് കേട്ടുപഠിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരും. പിതാവിനെ ആരും കണ്ടിട്ടില്ല, ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രം പിതാവിനെ കാണുന്നു. നീതിമാനായ ഔസേപ്പിന് ഉണ്ടായ വെളിപ്പാടിന് ഞായറാഴ്ച നാളെ വരുന്നു. നാളെ രാവിലെ വായിക്കുന്ന വേദഭാഗം ഇന്നേ വായിച്ച് നാളെ ഇവിടെ നടക്കാൻ പോകുന്ന ആരാധന ആത്മാവിലും സത്യത്തിലുമാക്കുവാൻ, അത് വെളിപ്പാടിന്റെ അവസരമാക്കുവാൻ, ഇന്ന് വെളിപ്പാടിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ പരിഹാരം വരുത്തുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. ഇന്ന് വായിച്ചതായ തിരുവചനത്തിൽ യേശുവിന്റെ വചനം ചിലർ ഇടർച്ച വരുത്തി, ചിലർ അവരെ കുരിശിച്ചു. എന്നാൽ യേശുവിന്റെ കൂടെ നിന്ന യോഹന്നാന് യേശു ആരാണെന്ന് മനസ്സിലായി. തന്റെ ഗുരുവായിരുന്ന യോഹന്നാൻ ശാവുവിനെ വിട്ടേച്ച്, ഇതാണ് എൻ്റെ രക്ഷകൻ, ജീവന്റെ ഉറവിടമായ ആളെന്ന് പറഞ്ഞ് അവിടെ എത്തിച്ചേർന്ന് കുരിശിന് ചൂടുവരെയും ചേർന്ന് സ്വർഗാരോഹണം പെരുന്നാൾ കഴിഞ്ഞ് പെന്തിക്കോസ്തിയിലും കാത്തിരുന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് 100-120 വയസ്സ് വരെ ദീർഘായുസോടെ ഇരുന്ന് അനേക തലമുറകളെ കണ്ട് സന്തോഷിച്ച് ജന്മസാവലിൽ അടഞ്ഞ ആളാണ് ഈ എഴുതി വെച്ചിരിക്കുന്ന യോഹന്നാൻ. നമുക്ക് ആ അനുഭവം ലഭിച്ചിട്ടുണ്ടോ? ഒരൊറ്റ പുരുഷന് മാത്രമേ യേശു ആരാന്ന് ശരിക്കും മനസ്സിലായുള്ളൂ. ബാക്കിയുള്ള ഒത്തിരി പേര് അപ്പം തന്നേച്ചു പോയി, രോഗം സൗഖ്യം പ്രാപിച്ചിട്ട് പോയി, പ്രസംഗം കേട്ടേച്ചു പോയി. അവർക്കൊന്നും യേശുവിനെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിക്ഷേപിച്ച് സന്തോഷിപ്പാൻ സാധിച്ചില്ല. വളരെ വൈകിയാണ് പലർക്കും യേശുവിനെ കിട്ടിയത്. നിങ്ങൾ ഏത് കൂട്ടത്തില്ല, നമ്മൾ ഏത് കൂട്ടത്തില്ല? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദൈവം എല്ലാവരെയും പഠിപ്പിക്കുമെന്നും പ്രവാചകനും പറഞ്ഞതുകൊണ്ട് പിതാവിൽ നിന്ന് കേട്ട് പഠിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരും. നമ്മുടെ ശരീരം ഇപ്പോൾ സങ്കേതഭവനത്തിൽ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഹൃദയം എത്തിയിട്ടുണ്ടോ? പിതാവിന്റെ ആകർഷണം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല. പിതാവെ ആകർഷിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ശരീരം ഇവിടെ എത്തി കിട്ടിയിട്ടുണ്ട്, അതിന് ഒത്തിരി ബന്ധപ്പെട്ടാണ്. ഇനി ഞങ്ങളുടെ ഹൃദയം കൂടെ എൻ്റെ അടുത്തുനിന്ന് വരണം. പിതാവിന്റെ ആകർഷണം ഞങ്ങൾക്ക് വേണം. പിതാവിന്റെ ആകർഷണം മുടക്കുന്ന ജഡമോഹവും കൺമോഹവും ജീവിതത്തിന് പ്രതാപമില്ല ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. പിതാവ് വെറുക്കുന്ന 3 കൂട്ടം കാര്യം ഇതാണ്. ഞങ്ങൾ അതിനെ വെറുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്ന, ഞങ്ങൾക്ക് വേണ്ടി പിതാവിനാ നൽകപ്പെട്ട ദാനമായ പുത്രനെ ഞങ്ങൾക്ക് തന്നു കാണണം, അവനെ ഒന്ന് ഉൾക്കൊള്ളണം, ഞങ്ങളെ എടുത്ത് അവന് കൊടുക്കണം, അവനെ എടുത്ത് ഞങ്ങൾക്കും തരണം. അങ്ങനെ യേശുവിന്റെ ഷേപ്പിലുള്ള ഒരു ശൂന്യത നമ്മുടെ അകത്തുണ്ട്, നമ്മുടെ ഷേപ്പിലുള്ള ഒരു ശൂന്യത കർത്താവിന്റെ അകത്തുണ്ട്. ഈ 2 ശൂന്യതകൾ നിറയാതെ ഒരു സ്വസ്ഥത ഉണ്ടാവുക. പക്ഷെ അത് കണ്ടെത്താൻ വിഷമമാണ്. വേറെ പലതും ഈ ശൂന്യതയെ കൊണ്ട് വെച്ച് നോക്കും, അപ്പോഴത്തേക്ക് ജീവകാലം മുഴുവൻ പോയിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം അതാണ്.
നമ്മുടെ അസ്വസ്ഥത മാറ്റാൻ ഏതാണ്ട് സാധനം കിട്ടിയാൽ, ധനമോ മാനമോ ജീവനോ മണ്ണോ പെണ്ണോ പൊന്നോ ഒക്കെ കിട്ടിയാൽ ഇതൊക്കെ മാറും, അതിൻ്റെ പുറകെ നടക്കുക. ജീവകാലം അവസാനിക്കുമ്പോഴത്തേക്ക് അയ്യോ അതൊക്കെ പാഴായിരുന്നല്ലോ എന്ന് തോന്നുന്നത്. മുടിയൻപുത്രന് തോന്നി എല്ലാം വിറ്റുപെറുക്കി ദൂരം പോയാൽ സ്വർഗം തുടങ്ങുമെന്ന്. പക്ഷെ എല്ലാം പോയി കിട്ടി. വളരെ വൈകിയാണ് പന്നിക്കൂട്ടി വെച്ചാണ് മനസ്സിലായത് അവന്റെ ബോധമെല്ലാം മിഥ്യാബോധമായിരുന്നു. അപ്പൊ നമ്മുടെ മിഥ്യാബോധങ്ങൾ മാറിയാലേ യേശുവിന്റെ ശൂന്യസ്ഥലത്ത് യേശുവിനെ തന്നെ ഇരുത്താനൊക്കെ ഉള്ളൂ. നമ്മുടെ പ്രാണൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ ഉള്ളിൽ എത്തിയെങ്കിൽ മാത്രമേ അവന്റെ ശൂന്യസ്ഥലത്ത് നമ്മൾ എത്തിയിട്ട് അവനും സ്വസ്ഥത ഉണ്ടാവും. രണ്ടു കൂട്ടർക്കും സ്വസ്ഥതയില്ല. കർത്താവിനും സ്വസ്ഥതയില്ല, നമുക്കും സ്വസ്ഥതയില്ല. നമുക്ക് വേണ്ടി കർത്താവിനെയും കർത്താവിനോട് നമ്മളെയും പിതാവ് മാറ്റിപ്പോയി. അത് സാധിക്കട്ടെ, അത് കഴിയുമ്പോൾ വേണ്ടതെല്ലാം വന്നോളും. ആ ഉൾക്കാഴ്ച കിട്ടാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും യാത്ര പറയാൻ, എല്ലാ ആകർഷണം മുടക്കിയോടും യാത്ര പറയാൻ ഒരിക്കലും കൂടെ പാവചനം പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധി എല്ലാവരും പുത്രനുള്ളതായ വിശ്വാസം നമ്മൾ പുതുക്കി, പരിശുദ്ധാത്മാരുള്ളതായ വിശ്വാസവും സഭയിലുള്ളതായ വിശ്വാസവും നമ്മളിപ്പോൾ പുതുക്കുകയാണ്. പരിശുദ്ധാത്മാവ് തരുന്ന വെളിപ്പാടനുസരിച്ച് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കർത്താവെന്ന് ഏറ്റു പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഉള്ളിൽ വ്യാപരിച്ച് ഞങ്ങളെ പുത്രൻ്റെ അടുത്തേക്ക് അയക്കണം. പുത്രൻ്റെ ആകർഷണം ഞങ്ങൾക്ക് വേണം. പുത്രനിൽ കൂടെ പിതാവിൻ്റെ അടുത്തെത്തണം. അങ്ങനെ സ്വർഗത്തിലെ പിതാവിൻ്റെ സന്നിധിയിലെത്തി പിതാവ് കരുതിയിരിക്കുന്ന പുത്രനെയും പുത്രന് വേണ്ടി കരുതപ്പെട്ട ഞങ്ങളെയും ഒന്നാക്കി തീർത്ത് അങ്ങനെ കർത്താവിനോട് പറ്റിച്ചേരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്, ഒരു സന്തോഷമുണ്ട്. അതിന് മാത്രമേ നമ്മൾ തൃപ്തിപ്പെടുത്താൻ കഴിയുള്ളൂ എന്ന് ആര് ഓർപ്പിക്കുന്നു. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനോട് പറയുക, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവെ, കാര്യസ്ഥനെ കൂടാതെ ഞങ്ങൾ പലരെയും തപ്പി നടക്കുകയായിരുന്നു. മുടിയൻപുത്രൻ ഉള്ളതെല്ലാം വിറ്റുപേർക്ക് ദൂരെ പോയി വ്യർത്ഥമായി തൻ്റെ ഒത്തിരി ആയുസ് കളഞ്ഞു, ഒത്തിരി പണം കളഞ്ഞു, ഒത്തിരി ആരോഗ്യം കളഞ്ഞു. ക്ഷാമം മൂത്ത് ബോധം വർദ്ധിച്ചപ്പോൾ അപ്പൻ്റെ വില മനസ്സിലായി, വീടിൻ്റെ വില മനസ്സിലായി. അവൻ തിരിച്ചു വന്ന് സത്യകുമ്പസാരം നടത്തിയപ്പോൾ അവന് പുതിയ ആനന്ദം കിട്ടിത്തുടങ്ങിയെന്നാണ് പറയും. അതങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ആനന്ദം പോയി. അവൻ്റെ വിദ്യാബോധം ഇതുവരെ തീർന്നിട്ടില്ല. അവനിപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, എനിക്കിനി എവിടെ പോകേണ്ടത്, അനിയൻ പോയിച്ചു വന്നു, അവൻ്റെ ആഗ്രഹമൊക്കെ സാധിച്ചു, എനിക്കും പോയൊന്ന് സാധിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞ് പിണങ്ങി പിളി നിൽക്കുക. ഈ അനിയനും മുടിയനാ, ചേട്ടനും മുടിയനാ. പക്ഷേ അനിയൻ്റെ മുടിവ് തീർന്ന് അത് നേട്ടമാകാൻ തുടങ്ങിയത് ക്ഷാമം മൂത്തപ്പെടണം. പലതരം ക്ഷാമങ്ങളാണ് നിങ്ങൾ ഈ സങ്കേതത്തിൽ എത്തിച്ചിരിക്കുന്നത്. ആത്മീയവും മാനസിക ശാരീരികമായ ക്ഷാമങ്ങൾക്ക് നന്ദി പറയുക. ഉള്ളത് പോയി, വേണ്ടത് കിട്ടിയിട്ടില്ല, ഉള്ളതിനെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല, അതിന് നന്ദി പറയണം. കർത്താവ്, ഈ ക്ഷാമം ഞങ്ങളെ പിതാവിൻ്റെ അടുത്ത് എത്തിക്കാനാണ് സമ്മതിച്ചിരിക്കുന്നത്. പിതാവിൻ്റെ അടുത്ത് എത്തുമ്പോൾ പിതാവ് തരുന്ന പുത്രനെ കിട്ടിയിട്ട് പുത്രൻ തരുന്ന പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടാലേ നമുക്ക് സ്വസ്ഥത ഉണ്ടാകുള്ളൂ. അശുദ്ധാത്മാവിന്റെ അവകാശം അടിച്ചു തകർത്ത് പൊളിച്ചു മാറ്റിയിട്ട് വിശുദ്ധാത്മാവിനെ ഇടവരുത്താമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗം ആസ്വദിക്കാൻ സാധിക്കും. അതിന് നമുക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ചോദിക്കാം. അളവില്ലാതെ തരാമെന്ന് പറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ അളവില്ലാത്ത സ്ഥലം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയം സമുദ്രം പോലെ വിശാലമായാലേ നദി പോലെ ഒഴുകി വരുന്ന ആ സമാധാന സന്തോഷം ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയം ഇടുങ്ങിയിരിക്കുന്നു, ചുരുങ്ങിയിരിക്കുന്നു, പൊട്ടക്കിണർ പോലെ ഇരിക്കുന്നു. അതിനെ വിശാലമാക്കാൻ മാതാവിനെ പോലെ വചനം മുഴുവനും ഇണചേർത്ത് ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഇടപെടാതെ ധ്യാനം തുടരാമെങ്കിൽ ഓരോ വചനം ഇണചേരുമ്പോൾ ഹൃദയം വികസിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഹൃദയം വചനത്തിന് ഇണചേരാനുള്ള സ്ഥലമാണ്, അപ്പോഴേ വികസിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ പ്രായത്തിനനുസരിച്ച് വചനം ഇണചേർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഹൃദയം വികസിച്ചുകൊണ്ടേയിരിക്കും. സമുദ്രം പോലെ ആകുമ്പോൾ നദി പോലെ സമാധാനം വരും. ഇന്ന് നദി പോലെ സമാധാനം വന്നില്ലെങ്കിൽ സമുദ്രമായില്ലെന്നാണ് എൻ്റെ അർത്ഥം. സമുദ്രമാകെ അപ്പോൾ സമുദ്രത്തിന്റെ തീരത്തിൽ നീതിയുടെ അനുഭവങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആനന്ദിച്ച് സന്തോഷിച്ച് അത് അനേകരുമായി പങ്കിട്ട് എമ്മസാവല്യം അടഞ്ഞ് മാതാവിനെ പോലെ കർത്താവ് എടുത്തുകൊണ്ടങ്ങ് പോയിക്കോളൂ. മണവറയിലേക്ക് മണവാട്ടി എടുത്തുകൊണ്ടങ്ങ് പോവുക. അങ്ങനെ ഒരു ആകർഷണം വരും. അതുവേണ്ടിയവർക്ക് വേണ്ടി വിശ്വാസമാണ് ഒരിക്കൽ പുതുക്കുകയാണ്. സഹോദരിസങ്ങളെ, മാതാവിളെ, ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടുവാൻ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും അപേക്ഷിക്കണം. ആദ്യത്തിന്റെ കണ്ണിൽ ഉണ്ടായിക്കട്ടെയാണ്. കർത്താവിന്റെ സ്വർഗാരോപണ പെരുന്നാൾ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർപ്പിച്ചു. എല്ലാ വിശുദ്ധ കുർബാനയിലും കർത്താവിന്റെ ജീവചരിത്രം വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടോ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഓർക്കുകയും ഓർപ്പിക്കുകയും കാണിക്കുകയും കാണുകയും ചെയ്യുന്നതാണ് വിശുദ്ധ കുർബാന. യോർദാൻ നദിയിൽ കർത്താവ് ഇറങ്ങി നിന്ന് തൃത്വത്തെ വെളിപ്പെടുത്തി. യോഹന്നാൻ അത് കണ്ടു. കരയ്ക്ക് നിന്നവരൊക്കെ അത് ശ്രദ്ധിച്ചു. അപ്പോൾ അദൃശ്യനായ ദൈവത്തെ ശബ്ദമായിട്ടാണ് അവിടെ വെളിപ്പെട്ടത്. ദൈവത്തെ, പിതാവിനെ നമുക്ക് ശബ്ദമായിട്ട് മാത്രമേ വെളിപ്പെടുകയുള്ളൂ. പിതാവിനെ കാണാനുള്ള കഴിവ് നമുക്കില്ല. പിതാവിനെ കണ്ടാൽ നമ്മൾ ചത്തുപോകും. മോശ പർവ്വതത്തിൽ കയറിയപ്പോൾ ദൈവത്തിന്റെ ശബ്ദമാണ് കേട്ടത്.
ദൈവത്തിൻ്റെ പുറകുവശം നീലക്കല്ലോട് തളം പോലെയും കാലുവശം അങ്ങനെയൊക്കെയും അംശീയമായിട്ടേ കണ്ടുള്ളൂ, പൂർണ്ണമായിട്ട് കാണാൻ കഴിയില്ല എന്നുകൊണ്ട് കർത്താവിന് പുറമൊന്ന് കാണിച്ചു കൊടുത്തു, കാൽപാദവും കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ശബ്ദമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇത്രയും നാളായിട്ട് ദൈവം നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അത് വെളിപ്പെട്ടാലേ നമുക്ക് വിശ്വാസം വരുള്ളൂ. ഇത് ദൈവം എന്നോട് സംസാരിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ബോധ്യപ്പെട്ടാൽ അത് വിശ്വാസമായി മാറിയേക്കും. അങ്ങനെ ദൈവമേ നീ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ മോശയ്ക്ക് കേൾക്കാൻ കഴിഞ്ഞതായ പിതാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ പിതാവിൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ വേണ്ടിയാണ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. പുത്രനിൽ കൂടെ പിതാവിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. ആ യോർദാൻ നദിയിൽ ഇറങ്ങി നിന്നതായ പുത്രൻ പ്രിയപുത്രനാണെന്നുള്ള പിതാവാണ് സാക്ഷിച്ചത്. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവന് ചെവി കൊടുത്തു. അങ്ങനെ പിതാവിൻ്റെ ആകർഷണവും നിർദ്ദേശവും അനുസരിച്ച് മാത്രമേ പിതാവ് പുത്രൻ്റെ അടുത്ത് കുർബാന പോകും. അങ്ങനെ പുത്രൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പുത്രൻ ആണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത്. അങ്ങനെ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം ചരിത്രത്തിൽ വെളിപ്പെട്ട സുദിനമാണ് കർത്താവിന്റെ മാമോദീസായിലെ സ്നാനം. അവിടെ പരിശുദ്ധാത്മാവിനെ പ്രാവിന്റെ രൂപത്തിലാണ് കണ്ടത്. അതൊരു വെളിപ്പാടാണ്. അതുകൊണ്ടാണ് ഈ കാപ്പയുടെ പുറയിലും മറ്റു ആരാധന സ്ഥലത്തൊക്കെ പ്രാവിന്റെ ചിത്രം വെച്ച് വരച്ചിരിക്കുന്നത്. പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടു. അതുകൊണ്ട് പ്രാവെല്ലാം പരിശുദ്ധാത്മാവാണെന്ന് വിചാരിക്കരുത്. ആ രൂപം എടുത്തെന്ന് വെളിപ്പെട്ടെന്ന് മാത്രം. അപ്പൊ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം ചരിത്രത്തിൽ വെളിപ്പെട്ടത് യേശുവിലൂടെയാണ്. അത് യോർദാൻ നദിയിലാണ്, സ്നാനത്തിലാണ്. നമ്മൾ സ്നാനം ഏറ്റുമ്പോഴും ഈ വെളിപ്പാടുണ്ടായിട്ട് നമുക്ക് വല്ല ബോധമുണ്ടോ? നമ്മളെ മാംസാമുക്ക് വേണ്ടി ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ പുരോഹിതൻ പ്രാർത്ഥിച്ച യോർദാൻ നദിയിലെ വെള്ളം മാംസാ തൊട്ടിലോട്ട് കൊണ്ടുവരിക. യോർദാൻ നദിയിലെ വെള്ളം നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുവരാനും മാംസാ തൊട്ടിലാക്കാനും ഉണ്ടാക്കാനുമുള്ള വരമാണ് പുരോഹിതൻ ദൈവം കൊടുത്തിരിക്കുന്നത്. നമ്മളൊക്കെ മാംസ മുങ്ങിയത് യോർദാനിൽ തന്നെ. മാംസയേറ്റവരായിരിക്കുന്നവരല്ല, അവർ മാത്രമേ കുർബാനയിൽ സംബന്ധിക്കാൻ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. മാംസയേറ്റവരായ നമ്മൾ യോർദാൻ നദിയിൽ നമ്മൾ മുങ്ങിയവരാണ്. നമ്മൾ ഏത് പള്ളിയിൽ മുങ്ങിയോ, ഏത് പള്ളിയിൽ ആ യോർദാൻ നദിയിലെ വെള്ളം തളിച്ചോ, യേശു സ്നാനപ്പെട്ടതായ അതേ നദിയിലെ അതേ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അത് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ചൂടുവെള്ളവും പച്ചവെള്ളവും ചേർത്ത് ഈ വെള്ളം വാഴ്ത്തുന്നത്. യോർദാൻ നദിയിൽ കർത്താവ് സ്നാനമേറ്റ സ്ഥലത്ത് മരുഭൂമിയിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു ചെറിയ നദിയും തണുത്ത പ്രദേശത്തു നിന്ന് വെള്ളം ഒഴുകി വരുന്ന വേറൊരു നദിയുടെ സംഗമസ്ഥാനത്ത് വെച്ചാണ് കർത്താവ് സ്നാനമേറ്റെന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ ചൂടുവെള്ളവും പച്ചവെള്ളവും ചേരുന്ന ഒരു സംഗമ സ്ഥാനത്താണ് കർത്താവ് ഇറങ്ങി നിന്ന് സ്ഥിത്വം വെളിപ്പെട്ടത്. അത് ഓർക്കാൻ വേണ്ടിയാണ് ചൂടുവെള്ളവും പച്ചവെള്ളവും ചേർത്തതായ വെള്ളത്തിൽ കുഞ്ഞുങ്ങളെ, പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുളിരാതിരിക്കാൻ നല്ലതാണ്. പച്ചവെള്ളം തന്നെ കുളിർന്നു പോകും. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ രണ്ട് കാര്യം അതിനകത്തുണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങളെ നമ്മളെ സ്നാനപ്പെടുത്തിയപ്പോൾ യോർദാൻ നദി പള്ളിയിലേക്ക് ഉണ്ടെന്ന്, ആ യോർദാൻ നദിയുടെ അതേ സാമ്പിളിൽ ചൂടുവെള്ളം പച്ചവെള്ളം നിറഞ്ഞൊരു സംഗമസ്ഥാനമായി പരിശുദ്ധാത്മാവിനെ വിളിച്ചിറക്കി ആ യോർദാൻ നദിയിലെ വെള്ളമാക്കി നമ്മുടെ മാമോദിസ തൊട്ടിലെ വെള്ളം മാറ്റി. ആ പരിശുദ്ധാത്മാവിന്റെ ആവസിപ്പ് നിങ്ങൾ കണ്ടോ? വെള്ളം ശോശപ്പാവ് കൊണ്ട് മൂടി വെച്ചിരിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ ശോശപ്പാവ് മാറ്റി പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വരുന്നത് നമ്മൾ ആത്മാവിൽ നിന്നറിയാമെങ്കിൽ കാണാൻ സാധിക്കും. തലതൊട്ട അച്ഛന്മാരും അമ്മച്ചിമാരുടെ ഇരുന്നതിലും കണ്ടായിരുന്നു. തലതൊടാൻ പോയി നിന്നപ്പോഴേ, മാംസ തൊട്ട് തുറന്നപ്പോഴേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് കണ്ടോ? കാണാൻ കഴിവുള്ളവരുണ്ടായിരുന്നു, നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരുന്നേ കാണുക. ഇനിയെങ്കിലും നോക്കാം. എന്താ ഇനി മാംസം വെക്കാൻ പോകുന്നവർ 40 ദിവസം ഉപവാസമൊക്കെ എടുത്ത് ഒരുങ്ങി തയ്യാറായി പോകാമെങ്കിൽ ഇതൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതും അത് ആവശ്യിക്കുന്നതൊക്കെ കാണാനും കാണിക്കാനും സാധിക്കും. പാലക്കുളം മിഷൻ സെന്ററിൽ 48 പേരെ വിശ്വസിച്ച് സ്നാനമേറ്റ മിഷൻ സെന്ററിൽ പ്രവർത്തിച്ചൊരു കാലം, ഒരു 41 കൊല്ലം മുമ്പത്തെ സംഭവം പറയുന്നു. 12 വയസ്സിനും 84 വയസ്സിനിടയിലുള്ള കുറെ പേര്, 34 പേരാണ് നിരന്ന് നിൽക്കുന്നത്. അവര് മന്ത്രവാദവും വലിയും കുടിയും പാവം എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിനെ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേൽക്കാൻ വന്ന് നിൽക്കുകയാണ്. കാലം ചെയ്ത ബാബാ തിരുമേനി, അതായത് നമ്മുടെ മാത്യൂസ് ദ്വിതീയൻ ബാബാ തിരുമേനി, കൂർലോസ് തിരുമേനി ആയിരിക്കുന്ന സമയത്ത് കൊല്ലം ഭദ്രാസനത്തിന് കീഴിലായിരുന്നത് അദ്ദേഹമാണ് ഈ സ്നാനം നടത്തുന്നത്. സ്നാനം നടത്താൻ വന്ന ആ തിരുമേനി ഇവരെ 40 ദിവസം ഉപവാസം എടുത്ത് തലതൊടുന്നവരും ഇവരും എല്ലാം വചനം കേട്ട് വിശ്വസിച്ച് അത്ഭുതകരമായ
അടയാളങ്ങളും അത്ഭുതങ്ങൾ കണ്ട് വിശ്വസിച്ച ഈ 34 പേര് നിൽക്കുന്നത്. പരിശുദ്ധമാവാതിരുന്ന് അവരെ അങ്ങോട്ട് ഊതി ഓരോരുത്തരെയും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു ഊതാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരും വിറയ്ക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് വരുന്നതും അശുദ്ധാത്മാവ് പോകുന്നു അവർക്ക് മനസ്സിലായി. അവിടുത്തെ മാമോദീസായിൽ പരിശുദ്ധാത്മ ഇറങ്ങി വരുന്ന അവിടെ നിൽക്കുന്നവർക്ക് കാണാൻ സാധിച്ചു. ആ വെള്ളത്തിൽ സ്നാനമേറ്റ് കഴിഞ്ഞാൽ പുതിയ സൃഷ്ടി തന്നെയായി. അവിടെ രോഗം മാറി, അവിടെ ദുസ്വഭാവങ്ങൾ മാറി, അവർ ആത്മാവിൽ നിറഞ്ഞു. അവരെല്ലാ ദിവസവും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ വരും, സന്ധ്യയ്ക്ക് വചനം കേൾക്കാൻ വേദോത്സവമായിട്ട് വരും. എത്ര ജോലിയുണ്ടെങ്കിലും എല്ലാ ദിവസവും വരുമായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ എല്ലാ അനുഭവങ്ങളോടുകൂടി അങ്ങനെ 352 പേര് സ്നാനമേറ്റ് സഭയോട് ചേർന്ന ഒരു മിഷൻ സെന്റർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാനിവിടെ വന്നത് കാര്യം ഓർപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരുക്കത്തോടെ ഇതൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് ദൈവത്തെ കാണാനും കാണിച്ചു കൊടുക്കാനും സാധിക്കുന്ന കാര്യം എല്ലാ ആരാധനയിലും ഈ വെളിപ്പാട് തുടരുകയാണ്. നിങ്ങൾ ഇത്രയും നാളും വന്നിട്ട് വല്ലതും കണ്ടോ വല്ലതും കേട്ടോ വല്ലതും അറിഞ്ഞോ ഏതെങ്കിലും ഒരു അനുഭവം കാണാനോ കേൾക്കാനോ മണക്കാനോ രുചിക്കാനോ തൊടാനോ ഒക്കെയുള്ള ഏതൊരു അവകാശം നമുക്കുണ്ട്. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സഭയാകുന്ന ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവവും ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗമായി നമ്മൾ മാറുകയാണ്. ഇത് നമ്മുടെ അവകാശമാണ്. വെളിപ്പാടുകളുടെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയും കാര്യം പറഞ്ഞത്. ഈ വെളിപ്പാടിനുള്ളത് ആ വഴി ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. പക്ഷെ നമ്മളത് ആസ്വദിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നു. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് കൃപായുഗത്തിൽ ആദ്യമായി അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച യേശു ക്രിസ്തുവിനെ വചനമായി ചെവിയിൽ കൂടെ സ്വീകരിച്ച ആളാണ് കന്യമറിയാം. കന്യമറിയാം വചനം കേട്ടപ്പോൾ ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. മോശ കേട്ടതായ അതേ ശബ്ദം ഇതാ ഞാൻ എബ്രിയലിൽ കൂടെ കേൾക്കുന്നു എന്ന് പറഞ്ഞ് പിതാവായ ദൈവതമ്പുരാനെ ശബ്ദമായി മലാഖയിൽ കൂടെ തിരിച്ചറിഞ്ഞ മാതാവ് എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചിട്ട് ഈ പറഞ്ഞ കാര്യം വലിയൊരു സത്യമാണ്. ഈ ഭൂമിയുടെ ഏറ്റവും വലിയ ലോകത്തിന്റെ മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യമാണിത്. അത് കന്യകർപ്പിണിയായി മകനെ പ്രസവിക്കുന്ന പദ്ധതി, സ്ത്രീയുടെ സന്തതി സർപ്പത്തെ നിലയിച്ചറിയിക്കുന്ന പരിപാടി, ഇതാണ് മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യം. അത് കഴിഞ്ഞാലേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് മറിയാം ബോധ്യമായ കാര്യം മനസ്സിലാക്കി എല്ലാ കാര്യവും അങ്ങോട്ട് മാറ്റി വെച്ചു. ഇത് തന്നെ അങ്ങ് നടക്കട്ടെ, കുറച്ചിരുന്ന കല്യാണം അങ്ങോട്ട് പോട്ടെ, എൻ്റെ ജീവിതം ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു പറഞ്ഞപ്പോൾ വചനം മാംസമായി മാറാൻ ആരംഭിച്ചു. ഇത് നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. മാമോദീസായുടെ അന്ന് വചനിപ്പിൽ നടന്ന അതേ സംഭവം നമ്മിലും നടന്നതാണ്. പക്ഷേ നമ്മുടെ യേശു കുഞ്ഞ് എവിടെ പോയി, എന്തു സംഭവിച്ചു? അപ്പൊ നമ്മളുടെ പ്രതികരണങ്ങൾ മോശമായി പോയതുകൊണ്ടാണ് നമുക്ക് കിട്ടിയതായ സന്ദേശങ്ങളെ 100% മാതാവ് പ്രതികരിച്ച പോലെ പ്രതികരിക്കാമോ? നമുക്ക് യേശു കുഞ്ഞ് ജനിക്കുന്നത് അറിയാൻ സാധിക്കും, അവൻ വളരുന്ന അറിയാൻ സാധിക്കും, അവനെ താലോലിക്കാൻ സാധിക്കും, അവൻ നമ്മുടെ ഉള്ളത് കാര്യം തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. യോസേഫിനുണ്ടായ വെളിപ്പാടിന്റെ ആ സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാഗം ഇപ്പോഴേ വായിച്ചിട്ട് ആ അനുഭവം തരുവാൻ കഴിവുള്ള ആ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന പൗലോസിയ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ എഫേസ്യ സഭയ്ക്ക് വേണ്ടി നടത്തി എഴുത്തിലൂടെ. ഇതുപോലെ ഈ യേശുവിനെ വെളിപ്പാടായി കിട്ടിയവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ഈ കണ്ണു തുറക്കണമെന്ന്. വെളിപ്പാടിൽ കൂടെ മാത്രമേ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം വിശ്വസിക്കണോ അതിനുമുമ്പ് എന്തൊക്കെയോ ചില കാര്യങ്ങൾ വെളിപ്പെടേണ്ടിയിരിക്കുന്നു. ആ വെളിപ്പാടിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ വെളിപ്പാട് മുടക്കുകളോടും യാത്ര പറയാൻ വേണ്ടി ഒരിക്കൽ കൂടെ ഇപ്പോൾ കർത്താവിനോട് യാചിക്കുകയാണ്. പരിശുദ്ധ മാതാവിന്റെയും വെളിപ്പാട് കിട്ടിയ എല്ലാ പ്രവാചകന്മാരുടെയും മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ധൂപപ്രാർത്ഥനകൾ അടുത്തൂടെ ധൂപം വീശിക്കൊണ്ട് വരാൻ പോവുക. അപ്പൊ നിങ്ങൾ കുരിശ് വരയ്ക്കുമ്പം എനിക്കും വെളിപ്പാട് തരണേ, എന്റെ കണ്ണൂടെ ഒന്ന് ഉറപ്പിക്കണേ, എനിക്കും ദൈവത്തെ വേണം, ദൈവത്തിന് എന്റെ ഉള്ളിലുള്ളതായ ശൂന്യത ഞാൻ യേശുവിനെയും കൊണ്ട് നിറച്ചോളാം. ജീസസ് ഷേപ്ഡ് വാക്യം ഇൻ അവർ ഹാർട്ട്, എ ഹ്യൂമൻ സോൾ ഷേപ്പ് വാക്യം ഇൻ ജീസസ്. ഈ 2 വാക്യങ്ങൾ, ഈ 2 ശൂന്യതകൾ നിറഞ്ഞാലേ സ്വസ്ഥത ഉണ്ടാവൂ. അല്ലാതെ എന്നാ കിട്ടിയാലും യാതൊരു സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് എത്രയും നേരത്തെ മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു. മുടിയൻ പുത്രന് കിട്ടിയ ഭാഗ്യം അവന് വളരെ വേഗം ക്ഷാമം വന്ന് കിട്ടിയെന്നുള്ളതാണ്. അവന് വളരെ വേഗം അവന്റെ വിദ്യാബോധം മനസ്സിലാക്കി, അപ്പന്റെ വില മനസ്സിലാക്കി വീട്ടിലെത്തി സന്തോഷിക്കാൻ തുടങ്ങി. ചേട്ടൻ അത് കിട്ടിയിട്ടില്ല, ചേട്ടൻ വീട്ടിൽ താമസം, പക്ഷേ മനസ്സ് ദൂരെയും കണ്ട. അവന്റെ വിചാരം എനിക്കൊന്ന് പോയി സൂചിച്ചാൽ കൊള്ളാം, ഇവൻ മിടുക്കനായിട്ട് പോയിച്ച് വന്നു, ഇനി എനിക്കൂടെ ഒരു ചാൻസ് വേണമെന്ന് അവൻ വെളിച്ചാടി. അപ്പൊ നമ്മള് ഒന്നിൽ മുടിയൻ പുത്തനല്ലേ മുടിയൻ പുത്തൻ ചേട്ടനോ അനിയനോ ആരെങ്കിലും ആ നമ്മൾ ഏതായാലും ഈ 2 കൂട്ടർക്കും സമാധാനമില്ലായിരുന്നു. പക്ഷെ അനിയന് നേരത്തെ സന്തോഷം, അനിയന്റെ കൂടെ കുടിക്കൂ. അത് ഇതെങ്കിലും ആകട്ടെ, ഈ ക്രിസ്മസിനെങ്കിലും യേശു കുഞ്ഞിനെ കിട്ടിയ സന്തോഷം വേണമെങ്കിൽ എഴുന്നേൽക്കാം, ധൂപപ്രാർത്ഥന നടത്താൻ പോവുകയാണ്. സ്വീകരണം. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, കർത്താവിന് ജന്മപെരുന്നാൾ വേണ്ടി നമ്മൾ ഒരുങ്ങുന്നു. ഈ മാസം 24-ാം തീയതി വ്യാഴാഴ്ചയോടുകൂടെ നമ്മുടെ നോമ്പ് തീരുകയാണ്. അന്നത്തെ വിശുദ്ധ കുർബാന ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ നടത്തുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മൾ 24 ദിവസം നോമ്പെടുത്തതിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിക്കത്തക്കവണ്ണം
ഈ വർഷത്തെ ക്രിസ്മസ് സമ്മാനങ്ങൾ 24-ാം തീയതി കുർബാനയ്ക്ക് മുതലേ വിതരണം ആരംഭിക്കും. 25-ാം തീയതി വെളുപ്പിന് 5 മണിക്ക് തീജ്വാല ശുശ്രൂഷയോടുകൂടെ ക്രിസ്മസിൻ്റെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കും. അതിനുശേഷം വിശുദ്ധ കുർബാനയ്ക്കുള്ള കാര്യം ഓർപ്പിക്കുന്നു. 24-ാം തീയതി വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ഇവിടുത്തെ സന്ദേശങ്ങൾ വെബ്സൈറ്റിലൂടെ കേൾക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ള പലരും ഇത് ഇവിടെ നേരിട്ടൊന്ന് സംബന്ധിക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ വളരെ സൗകര്യപ്രദമായ രീതിയിലൂടെ സന്ദേശങ്ങൾ യൂട്യൂബിലൂടെ കേൾക്കാൻ സൗകര്യമുണ്ട്. മൊബൈൽ ഫോണിലൂടെ, യൂട്യൂബിലൂടെ, പെൻഡ്രൈവിലൂടെ, CD-യിലൂടെ ഒക്കെ എല്ലാം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ യാത്രക്കിടയിലും അനേക രോഗക്കിടക്കിലൊക്കെ കിടന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അവർക്കിവിടെ വന്ന് ഈ കുർബാനയിൽ സംബന്ധിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ലോകപ്രസിദ്ധനായി ദൈവവേല ചെയ്യുന്ന സന്തോഷ് കരിമാത്തൽ അങ്ങനെ കരിമാത്ര സന്തോഷ് കരിമാത്ര അറിയാവുന്നത് TV കൂടെ പ്രസംഗിക്കുന്നയാളാണ്. ലോകത്തിന് മുഴുവൻ പോയി പ്രസംഗിക്കുന്ന ആളാണ്. അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ സന്ദേശമെല്ലാം പെൻഡ്രൈവിൽ കയറ്റി യാത്ര ചെയ്യുമ്പോഴെല്ലാം ഇതാ കേട്ടുകൊണ്ട് നടക്കുന്നു. ഈ പ്രാണക്കുട്ടിയാണ് ഇഷ്ടപ്പെട്ട യാത്ര. ഈ പ്രാണക്കുട്ടിയെല്ലാം കർത്താവിൻ്റെ അകത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 100% പ്രാണക്കുട്ടി യേശുവിലായിപ്പോൾ പെന്തിക്കോസ്തിയിൽ 100ആയി. ഈ 100ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല, ഭയങ്കര സന്തോഷം. അപ്പോൾ ഇവിടെ ഒന്ന് കുർബാന അനുഭവിക്കണമെന്ന് പറഞ്ഞ് ഈ മാസം 24-ാം തീയതി കുർബാനയ്ക്ക് സന്തോഷ് കരിമാത്രയും ടീമും പ്രസംഗിക്കാനല്ല വരുന്നത്, കുർബാനയെ സംബന്ധിച്ച് ധ്യാനിക്കാൻ വരിക, പ്രാണക്കുട്ടിയെ കർത്താവിന് കൊടുക്കാൻ സന്തോഷിപ്പിക്കാൻ വരിക. നിങ്ങൾ ഒരുങ്ങി വരാമെന്ന് നമുക്ക് ഒന്നിച്ച് ആരാധിക്കാം. ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന കൂട്ടായ്മ. എലിസബത്തും മറിയാമും കൂടെ 3 മാസം കൂട്ടായ്മ ആചരിച്ചവർ രണ്ടുപേരും ആത്മീയരായതുകൊണ്ടാണ്. അങ്ങനെ ആരുടെയെങ്കിലും ആത്മീയരുടെ സാന്നിധ്യം നമുക്ക് ആത്മാവിൽ നിറയാൻ സഹായകരമാണ്. നിങ്ങൾ ഒരുങ്ങി വരാമെങ്കിൽ നമുക്കത് അനുഗ്രഹകരമാക്കാവുന്ന. അതുകൊണ്ട് നേരത്തെ തുടങ്ങും. 8 മണിക്ക് തുടങ്ങിയാൽ ചിലപ്പോൾ 12 തീരുള്ളൂ. ആത്മാവ് അനുസരിച്ചായിരിക്കും ശുശ്രൂഷ. എപ്പോൾ തുടങ്ങുന്നു 8-എങ്കിലും തുടങ്ങിയാൽ എപ്പോൾ തീരുന്നൊന്നും പറയാനൊക്കെ തീരുന്ന അറിയുകയില്ല. എന്താ അപ്പം അങ്ങനെ ആത്മാവിൽ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നോയമ്പെടുത്തവരൊക്കെ 24-ാം തീയതി രാവിലെ വരുന്ന നല്ലതാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഒരുങ്ങി പ്രാർത്ഥിച്ച് ആവശ്യമുള്ളവരെ താല്പര്യമുള്ളവരെ കൂട്ടിക്കൊണ്ട് വരാമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയുകയാണ്. വെളിപ്പാടിലൂടെ മാത്രമേ വിശ്വസിക്കാനൊക്കുള്ളൂ. ഈ അന്ധകാര ലോകത്തിൽ, പിശാച് ഭരിക്കുന്ന ലോകത്തിൽ ദൈവം തരുന്ന വെളിപ്പാടനുസരിച്ചേ ദൈവത്തെ വിശ്വസിക്കാനൊക്കുള്ളൂ. വെളിപ്പാട് മുടക്കികളെ മാറ്റിയെങ്കിലേ വെളിപ്പാട് നമുക്ക് ലഭിച്ചിട്ട് വിശ്വസിക്കുന്നതിനും ആശിക്കുന്നതിനും ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയവും കിട്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മകളോടും നമുക്ക് യാത്ര പറയാം. ഇന്ന് കിട്ടിയതായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഇന്ന് നിങ്ങൾ കേട്ട ഏറ്റവും വലിയ സന്ദേശം, പിതാവായ ദൈവമെന്നാണ് നമ്മളെ സൃഷ്ടിച്ചത് പുത്രന് വേണ്ടിയാണ്. അതുകൊണ്ട് പുത്രന് വേണ്ടിയുള്ള ഒരു ശൂന്യത നമ്മുടെ അകത്തുണ്ട്. ജീസസ് ഷേപ്ഡ് വാക്യം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പുത്രന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി നമ്മളെ സൃഷ്ടിച്ചുകൊണ്ട് പിതാവായ ദൈവം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ യേശുക്രിസ്തു കയറി ഇരുന്നാൽ മാത്രം നിറയുന്നൊരു ശൂന്യത. യേശുക്രിസ്തു ഇരിക്കുമ്പോൾ നിറയണമെങ്കിൽ എന്തുമാത്രം വലിപ്പം വേണം? യേശുക്രിസ്തുവിന് ഇരുന്നാൽ നിറയണമെങ്കിൽ അത്രയ്ക്ക് വലിപ്പമുള്ള ഒരു ശൂന്യത നമ്മുടെ അകത്തുണ്ട്. വേറെ ആര് കയറിയാലും ആന വായിൽ അമ്പഴങ്ങ പോലെ. ആന വായിൽ അമ്പഴങ്ങ വലിയ വിശേഷമുള്ളത്. ആന വായിൽ ഒരു കൊല പഴം കൊടുത്താൽ വിഴുങ്ങുന്ന ആണ് ആന. ഒരു പഴം കൊണ്ട് കൊടുത്താൽ ഒന്നും ആകില്ല, വളരെ ശേഷപ്പിളകുകയുള്ളൂ. അപ്പോൾ നമുക്ക് യേശുക്രിസ്തു ഒഴിച്ച് ആരെ കിട്ടിയാലും കൊതി തീരുകയില്ല. നമ്മുടെ പ്രാണൻ 100% യേശുവിലാകുമ്പോഴാണ് യേശുവിൻ്റെ അകത്തൊരു ശൂന്യതയുണ്ട്. നമ്മൾ എന്നാൽ മാത്രം തീരുന്ന ഒരു ശൂന്യത യേശുവിൻ്റെ അകത്തും പിതാവ് വെച്ചിരിക്കുക. നമ്മുടെ പ്രാണൻ 100% ചെന്നാലേ ആ ശൂന്യത നിറയുള്ളൂ. 100% പ്രാണൻ യേശുവിൻ്റെ ഉള്ളിലാകുമ്പോൾ നമ്മുടെ അറ നിറഞ്ഞിരിക്കും, നല്ല സുഖമാണ്. 1% കുറഞ്ഞാൽ ഒരു ചെറിയ വേദന, ഒരു ചെറിയ ശൂന്യത, ഒരു ചെറിയ വിശപ്പ്. നമുക്ക് ഈ വയറ് വിശപ്പ് വരുന്നപ്പോഴാണ്, ഒന്നും വയറ്റില്ലാത്തപ്പോഴാണ്. വയറ് ശൂന്യമായി കഴിയുമ്പോഴത്തെ അതിനകത്ത് ആത്മീയ രസം എല്ലാം കൊണ്ട് വന്ന് എരിഞ്ഞ് പൊരിഞ്ഞ് എന്താ അതിനകത്ത് ദഹിപ്പിക്കാൻ ചോറില്ലാത്ത കറിയില്ലാത്തതെന്ന് ചോദിച്ച് ആത്മീയ രസം കോപിക്കുമ്പോഴാണ് വയറ്റുവേദന വരുന്നത്, എരിച്ചിട്ട് വരുന്നത്, പൊരിച്ചിട്ട് വരുന്നത്. അതുകൊണ്ട് വല്ലതൊക്കെ ഇങ്ങനെ കഴിച്ച് നമ്മുടെ വയറ് ദഹനം നടന്നുകൊണ്ടിരിക്കണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഹൃദയത്തിൽ സ്വസ്ഥത വേണമെങ്കിൽ യേശു 100% നമ്മുടെ അത് നിറയണം. കർത്താവിന് സ്വസ്ഥത വേണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഷേപ്പിൽ ഓരോ ശൂന്യത അവിടെ കിടപ്പുണ്ട്. എല്ലാവർക്കും പ്രത്യേകം ശൂന്യത അവിടെയുണ്ട്. നമ്മുടെ വലിയ ശൂന്യത അവിടെ കിടപ്പുണ്ട്. നമ്മുടെ 100% പ്രാണൻ ചെല്ലുമ്പോഴേ അത് നിറയുള്ളൂ. അപ്പോഴേ കർത്താവിന് വിശപ്പ് തീരുള്ളൂ. കർത്താവിനെ ഈ കുരിശേ കിടന്നപ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയാൻ കാര്യം അത് ഒരു ശരീരത്തിൻ്റെ ദാഹം മാത്രമല്ലായിരുന്നു, ദേഹിയുടെ തൻ്റെ ഹൃദയത്തിൻ്റെ ദാഹം കൂടിയായിരുന്നു.
ഞാൻ ലോകത്തിന് മുഴുവൻ വേണ്ടിയാണ് മരിക്കുന്നത്. എല്ലാവരുടെയും പ്രാണൻ എനിക്ക് കിട്ടിയില്ല. അതേ മുമ്പ് നിൽക്കുന്ന എൻ്റെ അമ്മച്ചി ഇവിടെ ഉണ്ട്. അമ്മച്ചിക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന മോൻ അങ്ങേപ്പറയുണ്ട്, മക്കളും പറയും ഇങ്ങേപ്പറയുണ്ട്. ശകലം ദാഹം തീർന്നിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് എവിടെയെന്നാണ് ചോദിച്ചത്. അപ്പോൾ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും കർത്താവ് ദാഹിക്കുന്നു. എല്ലാവരുടെയും പ്രാണനും കൂടെ ചെന്നെങ്കിലേ കർത്താവിന്റെ ദാഹം. സകല മനുഷ്യജാതിക്ക് വേണ്ടിയാണ് യേശു ജനിച്ചെന്ന് പുൽക്കൂട്ടിലും അല്ലേ, വേദലഹേമിലും കേട്ടത്. ഇത് സകലർക്ക് വേണ്ടിയുള്ള രക്ഷകനാണ്. അപ്പൊ സകലരുടെയും രക്ഷകനെ എല്ലാവർക്കും കിട്ടിയെങ്കിൽ മാത്രമേ കർത്താവിന് സ്വസ്ഥത വരുള്ളൂ. കർത്താവിന് വേണ്ടി പിതാവ് വേർതിരിച്ചവർ എല്ലാവരും അവസാനത്തെ ആൾ വരുന്നിടം വരെയും കർത്താവിന് വിശപ്പുണ്ടാവുന്ന രീതിയില്ല. അപ്പൊ കർത്താവിനെ വിശപ്പിച്ച് ദാഹിപ്പിച്ച് കരയിപ്പിക്കുന്ന ആരാ? നമ്മൾ തന്നെയാണ്. നമ്മുടെ എത്ര ശതമാനം പ്രാണൻ യേശു കയറിയെന്നാണ് കയറുന്ന പേര് അടയാളം പറയാം. 100% പ്രാണന് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ആഗ്രഹമില്ലാതാവും. എനിക്കൊന്നും വേണമെങ്കിൽ കിട്ടി, തൃപ്തിയായി. എന്നൊക്കെ എടുത്തുകൊണ്ട് പോയാലും എന്നൊക്കെ കിട്ടിയില്ലെങ്കിലും ആരെല്ലാം ചീത്ത വിളിച്ചാലും ആ തല്ലിയാൽ ഇടിച്ചാലും പൊളിച്ചാലും ഒരു വേദനയില്ല. എൻ്റെ കർത്താവ് എൻ്റെ അകത്ത് ഉണ്ട്. എൻ്റെ പ്രാണൻ മുഴുവൻ അവൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ പ്രാണൻ എത്ര ശതമാനം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഒട്ടുമില്ലേ. അപ്പൊ പ്രാണൻ കയറിയല്ലോ എന്നറിയാൻ ലക്ഷണം ചെയ്താൽ ഒരു പ്രവാചനം വേണ്ട, ഒരു സ്വയപ്രചോദന സഹായം വേണ്ട, തൃപ്തിയായോ എന്നുള്ളതാണ്. നമ്മൾ കർത്താവിനും കർത്താവ് നമ്മളുമായ കിട്ടുന്നൊരു തൃപ്തിയുണ്ട്, ഒരു സംതൃപ്തി. അതാർക്കും കളയാനൊക്കെയില്ല. അതുവരെ പ്രാണന് വേണ്ടി ദാഹിച്ചു, പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടി ധ്യാനം കുടിക്കും. എന്താ അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതയാത്ര തുടരാം എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ധ്യാനോട് സമാഹരിക്കുകയാണ്. ഇവിടുത്തെ വിശുദ്ധ കുർബാനകൾ ഓർമ്മകൾ നടത്തുന്നവരുടെയും ആനിവേഴ്സറി നടത്തുന്നവരുടെയൊക്കെയാണ്. ഇവിടുത്തെ വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിലെ കുർബാനകൾ പലരും ബുക്ക് ചെയ്തിരിക്കുകയാണ്. പലരുടെ ഓർമ്മ കുർബാനകളിലൂടെ നടക്കുന്നു. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് ഇവിടെ തിരിപ്പുണ്ട്. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ ബർത്ത്ഡേ, അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി, വിശേഷങ്ങളൊക്കെ ഇവിടെ വെച്ച് നടത്തുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാവും. ഇവിടെ വരുന്നവർക്ക് മാത്രമല്ല, 3-4 അനാഥ മന്ദിരങ്ങൾക്ക് അവിടുന്ന് ആഹാരം കൊണ്ടുപോകും. അനാഥർ നിങ്ങൾക്ക് അനുഗ്രഹം തരും. അനാഥരെ സന്തോഷിപ്പിച്ചാൽ സ്വർഗവും സന്തോഷിക്കും. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിലനിൽക്കുമെന്നും അനർത്ഥങ്ങൾ ശാപങ്ങൾ മാറിക്കിട്ടുമെന്നൊക്കെയും ദാനിയേൽ 4:27 എഴുതിയിട്ടുണ്ട്. ഈ വചനപ്രകാരം ഇവിടെ പലരും ഇങ്ങനെ ബുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് 1-ാം ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ഞായറാഴ്ചയും കുർബാനയുടെ നേർച്ച വന്നു കഴിഞ്ഞു. നാളത്തെ കുർബാന എങ്ങനെയാണ്? 1-ാം ഞായറാഴ്ച ക്ഷണിക്കപ്പെടുന്ന ഇടങ്ങളിൽ പോകും. ബാക്കി 3-4 ഞായറാഴ്ചയിൽ ഒരു മാസം ഉണ്ടെങ്കിൽ 5 ഞായറാഴ്ച ഉണ്ടെങ്കിൽ 5-ാമത്തെ ഞായറാഴ്ചയും ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതായി ഓർപ്പിക്കുന്നു. നിങ്ങൾക്കും വേണമെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ ഓർമ്മ പെരുന്നാളുകൾ, ബർത്ത്ഡേകൾ, നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറികളൊക്കെ ഇവിടെ വെച്ച് നടത്തുകയാണെങ്കിൽ അനാഥർക്ക് കൂടി അതിന് ഗുണമുണ്ടാകുന്ന കാര്യം അറിയിപ്പിച്ചുകൊണ്ട് ഇന്ന് വാങ്ങിപ്പോയ 2 പേരുടെ ഓർമ്മ ഇവിടെ വെച്ച് നടത്തുകയാണ്. മിസ്റ്റർ M.A. ഫിലിപ്പ്, മിസ്റ്റർ അമ്മിണി ഫിലിപ്പ്. ഒന്ന് 13 കൊല്ലമായി, ഒന്ന് 5 വർഷമൊക്കെ ആയിട്ടുള്ള ഓർമ്മ ഇവിടെ വെച്ച് നടത്തുകയാണ്. അവരുടെ സ്നേഹപെരുന്നാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അത് അവർക്ക് മാത്രം, നമുക്ക് മാത്രമല്ല, അനാഥ മന്ദിരങ്ങളിലേക്കും ആഹാരം പോകുന്നതായി ഓർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ സമാഹരിക്കുന്നു. കേൾവിക്കാട് തോന്നിയായിട്ട് ഒരാൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് സമർപ്പണം പുതുക്കാം. വെളിപ്പാടിന് വേണ്ടിയുള്ള പ്രാർത്ഥന. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പ്രാർത്ഥിച്ചോളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ കണ്ണെന്ന് തുറക്കണം. 5 വിധത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ഒരു അനുഭവം ഇന്നുണ്ടായി കാണും. സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ എന്നെ തൊട്ടപ്പോൾ എനിക്ക് രോമഹർഷം ഉണ്ടായെന്ന് പറഞ്ഞു. ദൈവാത്മാവ് നമ്മളെ തൊടുകയാണെങ്കിൽ നമ്മുടെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് സ്വാഗതം ചെയ്യും. ഇന്നത്തെ ധ്യാനത്തിനിടയിൽ ആർക്കെങ്കിലും രോമഹർഷം ഉണ്ടായോ? കുളിര് കോരിയിടുന്ന അനുഭവം ഉണ്ടെങ്കിൽ ആരാ? ദൈവാത്മാവ് തൊട്ടതാ. അതൊരനുഭവം. അത് നന്ദി പറഞ്ഞൊരു എളുപ്പാടാണ്. കർത്താവ്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഇനി എന്നെ തൊടണം കേട്ടോ, ഞാൻ നിന്നെ തൊട്ടോളാം. തൊടലിൽ കൂടെ മാത്രം കിട്ടുന്ന അനുഗ്രഹം. രക്തസ്രാവക്കാരി സ്ത്രീ തൊട്ടാണ് അനുഗ്രഹം. തൊടുകയോ തൊടപ്പെടുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ശക്തിയുണ്ട്. അത് വിശ്വാസത്തിന് ആധാരമാണ്. ചിലർക്ക് സുഗന്ധമായി ദൈവ സാന്നിധ്യം അനുസരിക്കാൻ സാധിക്കും. ചിലർക്ക് ദർശനങ്ങൾ, ചിലർക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കും, ചിലർക്ക് നാവയിൽ നല്ല രുചി. ഏതെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് നിങ്ങളെ വിശ്വാസികളാക്കാനും വിശ്വാസം പ്രത്യാശയും ദൈവസ്നേഹമാക്കാനും ഓർപ്പിക്കുന്നു. കേൾവിക്കാട് ഹൃദയമായിട്ട് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് നിൽക്കേണ്ടവർക്ക് നിൽക്കാം, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു അത് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന സമർപ്പണത്തിന്റെയും നന്ദിയുടെയും എങ്ങനെ യഹോവയെ വാഴ്ത്തുക, അതിന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറഞ്ഞ അതിനപ്രകാരം നമുക്ക് നന്ദിയോടെ നമ്മുടെ സ്തോത്ര ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ പ്രാർത്ഥന അങ്ങോട്ടോട് എന്റെ മഹാപുരോഹിത നിന്റെ സഹായം നൽകുക. എന്റെ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ
സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രപ്പ. അങ്ങയുടെ പാദവൃത്തങ്ങൾ ഇത്രയും സമയം നിൽക്കുവാനും അങ്ങയുടെ കൂടെ ഇരിക്കുവാനും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളെ തന്നെ സ്വാധീനം ചെയ്യുവാനും ഞങ്ങളുടെ കൂടെ മനസ്സിലാക്കാനും കർത്താവേ, അങ്ങനെ ഞങ്ങൾക്ക് ഒരുക്കുന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഇന്നത്തെ വചനപ്രകാരം കർത്താവിന് സന്നിധി നിൽക്കാനും ഒരുക്കാനുള്ള അർഹത യോഗ്യതയൊക്കെ ഇല്ലാന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ക്ഷമിക്കണമേ കർത്താവേ. അങ്ങനെ യോർദാൻ നദിയിൽ സ്നാനമേറ്റ സമയത്ത് കർത്താവേ, അങ്ങനെ കർത്താവേ യോഹന്നാൻ സ്നാപകൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് നിന്നിട്ട് കർത്താവെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം കഴിപ്പിക്കുന്നു. ആ തീ കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള ഒരു വലിയ സ്നാനം നടന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും കർത്താവെ ഞങ്ങളുടെ മാമോദിസയിലൂടെ കിട്ടിയ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ച് കർത്താവെ തീ കൊണ്ടും ആത്മാവ് കൊണ്ടുള്ള സ്നാനം കഴിപ്പിച്ച് ആ വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയവരാണെന്ന് സമ്മതിക്കുന്നു. ക്ഷമിക്കണം. എന്നാൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇവനോ വളരണം ഞാനോ കുറയണമെന്ന് തന്നെ തന്നെ ഏൽപ്പിച്ച് കർത്താവെ വിട്ടുകൊടുത്തൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ യേശു വളരാനും ഞങ്ങൾ കുറയാനും ഞങ്ങൾ ഇതുവരെ യേശുവിന് വേണ്ടി വിട്ടു തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വളരാൻ കഴിയാതെ ഞങ്ങളുടെ പ്രാണം മുഴുവനും കർത്താവെ പ്രാണൻ യേശുവിലാകാതെ കർത്താവെ അയ്യം പിടിച്ച് കിടന്ന് പാതാളത്തിൽ കിടന്ന് നരയാതന അനുഭവിക്കുന്നത് ഞങ്ങൾ സമ്മതിക്കുന്നു. ക്ഷമിക്കണമേ കർത്താവെ. അവിടുന്ന് യോർദാൻ നദിയിൽ അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോൾ വലിയൊരു ദൈവശബ്ദം പിതാവിൽ നിന്ന് കേട്ടല്ലോ, മകനെ നീ എന്റെ പ്രിയപുത്രൻ, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അവിടുന്ന് ദൈവത്തിന്റെ പ്രിയപുത്രൻ എന്ന് വിളി കേട്ട് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയതുപോലെ കർത്താവെ പിതാവിൽ നിന്ന് കേട്ട അതേ ശബ്ദം ഞങ്ങളുടെ മാമോദിസയിലൂടെ ഞങ്ങളോ ഞങ്ങളുടെ തലത്തൊട്ടവരോ ആ ശബ്ദം കേൾക്കാൻ ഞങ്ങളുടെ കാരണം കർത്താവെ ഞങ്ങൾ വേണ്ട പോലും ഒരുങ്ങിയിട്ടില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ തലത്തൊട്ടവരും ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും മാമോദിസ ഏറ്റപ്പോൾ കർത്താവെ ഞങ്ങൾ ഒരുങ്ങാനോട് ദൈവവിളിയുടെ ദൈവശബ്ദം കേട്ടിട്ടില്ല. ആ ശബ്ദം ഇന്നും എന്നും പറയാൻ കർത്താവ് കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ തിരിച്ച് ഞങ്ങൾ ഒന്നുകൂടെ കർത്താവെ കടന്നു വന്നിട്ട് വീണ്ടും ജനത്തിന്റെ അനുഭവം പ്രാപിക്കുമ്പോൾ മകനെ നീ എന്റെ പ്രിയപുത്രിയാണ്, നീ എന്റെ പ്രിയപുത്രനാണ്, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ദൈവശബ്ദം കേൾക്കുവാൻ, നീ എന്റെ പ്രിയയാണ്, നീ എന്റെ കാന്തയാണ്, എന്റെ സഹോദരിയാണ്, നീ എന്റെ നിഷ്കളങ്കയാണെന്ന് ആ ദൈവശബ്ദം കേൾക്കുവാനുള്ള കൊണ്ട് കർത്താവെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. ആ യോർദാന്റെ വെള്ളം, ആ ചൂടുവെള്ളം പച്ചവെള്ളവും പുരോഗത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് കണ്ടുവരുമ്പോൾ അത് യോർദാനിലെ വെള്ളം തന്നെയാണ് ഞങ്ങൾ സ്നാനപ്പെട്ടതെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. വീണ്ടും ഒരു സ്നാനം കൂടില്ല. ആ സ്നാനത്തിലൂടെ ദൈവവിളിയുടെ ആ ബോധ്യത്തിൽ നിലനിൽക്കാനാണ് ദൈവം ഞങ്ങളെ ആക്കിയിരിക്കുന്നത്. അത് ഞങ്ങൾ മറന്നുപോയ അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവെ. ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ മാതാപിതാക്കളോട് ക്ഷമിക്കണമേ. ഇനി വീണ്ടും ഞങ്ങളുടെ അനുഭവത്തിലൂടെ ആ വിളി ഉറപ്പാക്കുവാൻ ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങൾ വിട്ടു തരട്ടെ. പരിശുദ്ധ മാതാവിനെ പോലെ ഞങ്ങളും ഒരു കാത്തിരിപ്പിന്റെ അനുഭവത്തിലൂടെ അങ്ങനെ യേശു കുഞ്ഞിനെ വളർത്തുവല്ല കൊണ്ട് കർത്താവെ ആ പുൽക്കൂട്ടി ജനിച്ച യേശുവിനോടൊപ്പം ഞങ്ങൾ ചേരുവാൻ എന്റെ അടുക്കൽ വരുന്നവർ വിശക്കത്തില്ല ദാഹിക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ കർത്താവെ ഞങ്ങൾക്ക് ഇന്ന് ദാഹമുണ്ട്, വിശപ്പുണ്ട് ലോകത്തിന് വേണ്ടി. എന്നാൽ കർത്താവെ കർത്താവിന്റെ അപ്പം തിന്നുന്നവന് ഒരു നാൾ വിശക്കത്തില്ല, കർത്താവിന്റെ വെള്ളം കുടിക്കുന്നവന് ദാഹിക്കത്തുമില്ല. ഞങ്ങൾക്ക് ദാഹം വിശപ്പം തീരാത്ത കർത്താവിന്റെ അടുക്കൽ വരാത്തോണ്ടും കർത്താവെ ഞങ്ങൾ കർത്താവിന്റെ കൂടെ ആയിരിക്കാത്തോണ്ടുമാണ്. എന്നാൽ കർത്താവെ അവിടുന്ന് തിരുവചനമുണ്ടല്ലോ, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, പിന്നെയോ പ്രാണപ്രിയനോട് ചേരാനുള്ള ഒരു വിശപ്പും ദാഹമാണെന്ന്. കർത്താവെ ഞങ്ങളുടെ വിശപ്പും ദാഹം ഇന്നു മുതൽ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കാനുള്ളതായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മോശ ആ പർവ്വതത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ദൈവ ശബ്ദം കേട്ടു, പിതാവിന്റെ ശബ്ദം കേട്ടു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഞങ്ങൾക്ക് ആ പർവ്വതത്തിലൊന്ന് കയറാനോ സ്വർഗത്തിലെ ദൈവത്തിന്റെ വിളിയെന്ന് കേൾക്കാനോ പിതാവ് തന്നെ സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് മുഴുവനായി തരാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുമ്പോൾ ആ സ്വന്തം പുത്രനെ സൃഷ്ടിച്ച ദൈവത്തിനെ ഞങ്ങളെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണെന്നും കർത്താവെ ഞങ്ങളുടെ ഒരു ശൂന്യത നിറഞ്ഞു കഴിയുമ്പോൾ ആ പുത്രനെ ഞങ്ങൾക്ക് തരാമെന്നും പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് ആ പർവ്വതത്തിൽ കയറി പിതാവിന്റെ കൂടെ മറഞ്ഞിരിക്കുന്ന ഒരു നീതി പ്രാപിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ആ പുത്രനെ കിട്ടാത്തതെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ ഇനി ഞങ്ങൾക്ക് ആ മുഴുവനായ പുത്രനെ വേണം. അതിനുവേണ്ടി ദൈവശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ ആ പർവ്വതത്തിലേക്ക് ഇവിടെ ഞങ്ങൾ ആ പർവ്വതമാക്കിക്കൊണ്ട് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. മോശയ്ക്ക് കർത്താവിന്റെ പിതാവിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു, പുറമൊന്ന് കാണാൻ കഴിഞ്ഞു, പാദമൊന്ന് കാണാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇതുവരെയും കർത്താവെ ആ നീല പാദം പോലെ നടത്ത ആ അനുഭവം മോശയ്ക്ക് കിട്ടി. എന്നാൽ ഞങ്ങളുടെ പല ഞങ്ങളുടെ മാമോദിസ കഴിഞ്ഞുപോയി, ഞങ്ങളുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും കൃപാനുഭവം ഞങ്ങൾ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പ്രായമായി ഞങ്ങളുടെ സഭയിൽ ജീവിക്കുന്നെങ്കിലും ഞങ്ങൾക്ക് ആ ഒരു മനോഭാവം പിതാവിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, ആ പാദം കാണാൻ കഴിഞ്ഞിട്ടില്ല, പുറം കാണാൻ കഴിഞ്ഞിട്ടില്ല, ആ പർവ്വതത്തിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. ഇന്ന് മുതലെങ്കിലും ഞങ്ങളെ വിട്ടു തരട്ടെ കർത്താവെ. ദൈവശബ്ദത്തിലായ നീലപാദം ഒന്ന് കാണണം, നീലത്തളപ്പോടെ പിതാവിന്റെ പാദപീഠം ഒന്ന് കണ്ടിട്ട് അന്ന് ആസ്വദിക്കുവാൻ ഞങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിന് ഞങ്ങളെ കുറിച്ച് ഒരു അവകാശമുണ്ട്, ഒരാഗ്രഹമുണ്ട് കർത്താവെ. ഞങ്ങളുടെ ഉള്ളിൽ രണ്ട് ശൂന്യതകളുണ്ട്. കർത്താവിന്റെ ഉള്ളിൽ ഞങ്ങൾ ഇരിക്കേണ്ടത് ഒരു ശൂന്യതയുണ്ട്. അത് വേറെ ആരെ കിട്ടിയാലും ആ ശൂന്യത മാറത്തില്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ദൈവത്തിന്റെ വചനപ്രകാരം ഞങ്ങൾക്ക് ഇന്ന് പല ആഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവെ. ഈ ഭൂമിയിലുള്ള സകലം ഞങ്ങൾ ആഗ്രഹമായിട്ട് ഇളവും കണ്ണും ജീവിതത്തിന് പ്രതാപം ഞങ്ങളെ കയറി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ശൂന്യത നിർത്താൻ കഴിയുന്നില്ല. ഞങ്ങളുടെ പ്രാണനിൽ ഒരു ശതമാനം പോലും ദൈവത്തിലായിട്ടില്ല കർത്താവെ. കാരണം ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ ആഗ്രഹം മാറുന്നില്ല. ഞങ്ങളുടെ പാപം വാതിക്കൽ കിടക്കും, അതിന് നിന്നോടാകും ആഗ്രഹം എന്ന് പറഞ്ഞ് ആ പാപത്തിന്റെ വാതിക്കലേക്ക് ഞങ്ങൾ കിടക്കുമ്പോൾ ആഗ്രഹത്തിലേക്ക് ഞങ്ങൾ പോകുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രാണനേശ്വരം കയറാത്തത്.
അറിയണം കർത്താവേ. ഞങ്ങൾക്ക് ഈ അവകാശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങ് തൊടാൻ കഴിഞ്ഞിട്ടില്ല. തൊട്ട് കഴിഞ്ഞാൽ രോമഹർഷം ഉണ്ടാകുമെന്ന് യോബിന്റെ പുസ്തകത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ രോമഹർഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കർത്താവേ. ആ രോമഹർഷം കിട്ടുവാൻ ഇന്നൊന്ന് തൊടാനും കാണാനും മണക്കാനും രുചിച്ചാലും ആ താവിന്റെ ആത്മാവിന്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ സത്യത്തിലും ആത്മാവിന്റെ ദൈവത്തെ ആരാധിച്ച് എല്ലാം വിട്ടെല്ലാം ഉപേക്ഷിച്ച് ഞങ്ങളുടെ പ്രാണന ശൂന്യതയായിരിക്കുന്ന അവസ്ഥ യേശുവിനെ മാത്രം ഞങ്ങൾക്ക് വെക്കുവാൻ ഇതാ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള സകലത്തിലെയും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. എല്ലാ അത്യാഗ്രഹങ്ങളെയും എല്ലാ നരമോഹങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിലുള്ള സകലത്തിലെയും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. പ്രാണപ്രിയന് വേണ്ടി ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ആത്മാവും ഞങ്ങളുടെ ശരീരവും മനസ്സും കർത്താവിന് വേണ്ടി മാത്രം ഒരു യാഗമായിട്ട് ഒരു യാഗമൃഗമായി യാഗവശുവായി അങ്ങനെ കുറിച്ച് ചുവട്ടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളോട് കർമ്മ തോന്നണമേ കർത്താവേ. ഇന്ന് ഹാലേലൂയ ഞങ്ങൾക്ക് വേണ്ടത് യേശുവിനെയാണ്. യേശുവിനെ ഞങ്ങൾക്ക് ആരും വേണ്ട, ഒന്നിനും വേണ്ട, ഒന്നും വേണ്ട. യേശുവിനെ മാത്രം ഞങ്ങൾക്ക് മതി. യേശു തരുന്നത് മതി, തരുന്നിടത്തോളം മതി, തരുന്ന സമയത്ത് മതി, തരുന്നത് മധുരമായിക്കോട്ടെ കയ്പായിക്കോട്ടെ, അത് മതി കർത്താവേ. അതിനായി ഞങ്ങളെ ഏൽപ്പിക്കട്ടെ. ഇന്ന് ഞങ്ങൾ തിരിച്ചുകൊടുത്ത് വളർത്തിയ തിന്മയുടെ ശക്തികള് തന്റെ അഭിഷേകത്തിന്റെ കാലം ഉപയോഗിച്ച് അതിലെ മാറ്റിക്കെട്ടുകളെല്ലാം മാറ്റിക്കെട്ടി ചവിട്ടി പകരം